നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനിൽ കുടുങ്ങിയ പൈലറ്റിനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ 48 മണിക്കൂറിനുള്ളിൽ ഇറാൻ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കാതെ ഇറാന്റെ കൺമുന്നിൽ നിന്നും റാഞ്ചിക്കൊണ്ടുപോയ അമേരിക്കയുടെ ആ ദൗത്യം അതെങ്ങനെയായിരുന്നു എന്ന് അറിയണ്ടേ? പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ ഇറാൻ വെടിവെച്ചിട്ട അമേരിക്കൻ യുദ്ധവിമാനത്തിലെ രണ്ടാമത്തെ സൈനികനെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ സംഭവത്തിൽ വിരുദ്ധമായ അവകാശവാദങ്ങളുമായി അമേരിക്കയും ഇറാനും രംഗത്ത് വരികയാണ്. ഏപ്രിൽ 3 തകർന്നു വീണ F-15E സ്ട്രൈക്ക് ഈഗിൾ വിമാനത്തിലെ വൈമാനികനെ ഏകദേശം 24 മണിക്കൂറോളം നീണ്ട അതീവ സങ്കീർണമായ ദൗത്യത്തിലൂടെയാണ് US സ്പെഷ്യൽ ഫോഴ്സ് വീണ്ടെടുത്തത്. അമേരിക്കൻ സൈനിക ചരിത്രത്തിലെ ഏറ്റവും ധീരമായ രക്ഷാപ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഇതെന്നാണ് US പ്രസിഡന്റ് ട്രംപ് വിശേഷിപ്പിച്ചത്. വിമാനം തകർന്നയുടൻ പാരച്യൂട്ട് വഴി പുറത്തുചാടിയ സൈനികൻ ഇറാന്റെ പർവ്വത മേഖലയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. സുരക്ഷാ പരിശീലനത്തിൽ ലഭിച്ച അറിവുകൾ ഉപയോഗിച്ച് ഇറാനിയൻ സേനയുടെ കണ്ണു വെട്ടിച്ചു കഴിഞ്ഞ ഇദ്ദേഹത്തെ ട്രാക്ക് ചെയ്യാൻ അത്യാധുനിക സിഗ്നലിംഗ് സംവിധാനമാണ് US ഉപയോഗിച്ചത്. 10ഓളം യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും കമാൻഡോ യൂണിറ്റുകളും ഉൾപ്പെടെ വൻ സന്നാഹമാണ് രക്ഷാദൗത്യത്തിൽ പങ്കെടുത്തത്. ഇറാനിയൻ സേനയെ ആശയക്കുഴപ്പത്തിലാക്കാൻ രഹസ്യാന്വേഷണ വിഭാഗം വഴിതിരിക്കൽ തന്ത്രങ്ങൾ മെനയുകയും ചെയ്തു. രക്ഷാപ്രവർത്തനത്തിന് എത്തിയ ഹെലികോപ്റ്ററുകൾക്ക് നേരെ വെടിയേറ്റെങ്കിലും സൈനികനെ സുരക്ഷിതമായി കുവൈറ്റിലെത്തിക്കാൻ സാധിച്ചുവെന്നാണ് അമേരിക്കൻ വൃത്തങ്ങൾ നൽകുന്ന വിവരം. സുരക്ഷ, ഒഴിഞ്ഞുമാറൽ പ്രതിരോധം, രക്ഷപ്പെടൽ എന്നീ ടെക്നിക്കുകളിൽ പരിശീലനം ലഭിച്ചവരാണ് അമേരിക്കൻ എയർ ക്രൂവുകൾ എന്നാണ് വ്യക്തമാകുന്നത്. രക്ഷാപ്രവർത്തനം ഒരു പ്രത്യേക കമാൻഡോ യൂണിറ്റാണ് നടത്തിയതെന്നും എക്സ്ട്രാക്ഷൻ കോറിഡോർ സുരക്ഷിതമാക്കാൻ ഒന്നിലധികം ഫൈറ്റർ ജെറ്റുകളും ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെയുള്ള വിപുലമായ വ്യോമസേനയുടെ പിന്തുണയുണ്ടായിരുന്നെന്നും US ഉദ്യോഗസ്ഥർ ആക്സിയോസിനോട് പറഞ്ഞു. വാൾസ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇറാനിയൻ അതിർത്തിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന എക്സ്ട്രാക്ഷൻ യൂണിറ്റിന് സംരക്ഷണം നൽകുന്നതിനായി 10ഓളം വിമാനങ്ങളോടൊപ്പം എക്സ്ട്രാക്ഷൻ ടീമുകളും ഈ ദൗത്യത്തിൽ ഉൾപ്പെട്ടിരുന്നു. രക്ഷാപ്രവർത്തനത്തിന്റെ സമയത്തെയും സ്ഥലത്തെയും കുറിച്ച് ഇറാനിയൻ സേനയെ ആശയക്കുഴപ്പത്തിലാക്കാൻ US രഹസ്യാന്വേഷണ ഏജൻസികൾ വഴിതെറ്റിക്കുന്നതിനായി വിവിധ തന്ത്രങ്ങൾ സ്വീകരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ ഉൾപ്പെടെയുള്ള ഇറാനിയൻ യൂണിറ്റുകൾ എക്സ്ട്രാക്ഷൻ പ്രവർത്തനം തടയുക എന്നതായിരുന്നു ലക്ഷ്യം. 2 അംഗങ്ങൾക്കും വിമാനം തകർന്നതിന് ശേഷം US സേനയുമായി ആശയവിനിമയം നടത്താൻ കഴിഞ്ഞെന്നും ഇത് അവരുടെ സ്ഥാനം ട്രാക്ക് ചെയ്യാനും പ്രത്യേക രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും കഴിഞ്ഞെന്നുമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. രക്ഷപ്പെട്ട A-15 വിമാനരംഗത്തെ കൊണ്ടുപോയ ഹെലികോപ്റ്ററിനും വെടിയേറ്റിരുന്നു. വിമാനത്തിലുണ്ടായിരുന്നവർക്ക് ചെറിയ തോതിൽ പരിക്കേറ്റതായും എങ്കിലും വിമാനം സുരക്ഷിതമായി തന്നെ ഇറങ്ങിയതായുമാണ് റിപ്പോർട്ട്. ഇവരെ പിന്നീട് ചികിത്സയ്ക്കായി കുവൈറ്റിലേക്ക് കൊണ്ടുപോയതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ രക്ഷാദൗത്യത്തെ അമേരിക്കൻ സൈനിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ധീരമായ രക്ഷാപ്രവർത്തനങ്ങളിൽ ഒന്നായി US പ്രസിഡന്റ് ട്രംപ് വിശേഷിപ്പിച്ചു. ഇറാൻ വെടിവെച്ചിട്ട അമേരിക്കൻ F-15 യുദ്ധവിമാനത്തിലെ വൈമാനികനെ രക്ഷിക്കാനുള്ള നീക്കത്തിനിടെ പശ്ചിമേഷ്യയിൽ കനത്ത പോരാട്ടം നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. തെക്കു പടിഞ്ഞാറൻ ഇറാന്റെ മലയോര പ്രവിശ്യയായ ഈ കൊഹ്ലിയൂഗ ആൻഡ് ബൊയർ അഹമ്മദിലെ അതായത് ബ്ലാക്ക് മൗണ്ടൻ എന്ന് അറിയപ്പെടുന്ന ഈ ഭാഗത്ത് US ഇസ്രായേൽ സംയുക്ത സേന നടത്തിയ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടതായി ഇറാനിയൻ വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്തു. വൈമാനികനെ കണ്ടെത്താനുള്ള ദൗത്യത്തിനിടയിലാണ് ഈ ആക്രമണം നടന്നതെന്ന് പ്രവിശ്യ ഗവർണറെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. രക്ഷാദൗത്യത്തിന്റെ ഓരോ നിമിഷവും മുതിർന്ന US ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഡസൻ കണക്കിന് വിമാനങ്ങളാണ് ഈ ദൗത്യത്തിനായി ഇറാൻ അതിർത്തിക്കുള്ളിലേക്ക് അമേരിക്ക അയച്ചത്. അപകടത്തിൽപ്പെട്ട 2 വൈമാനികരെയും സുരക്ഷിതമായി വീണ്ടെടുത്തതായും രക്ഷാദൗത്യത്തിനിടെ അമേരിക്കക്കാർക്ക് ആർക്കും പരിക്കേൽക്കുകയോ ജീവൻ നഷ്ടപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നും US പ്രസിഡന്റ് ട്രംപ് സ്ഥിരീകരിച്ചു. എന്നാൽ ഈ ദൗത്യത്തിനിടയിൽ തങ്ങളുടെ സൈനിക വിമാനങ്ങൾക്കും ഹെലികോപ്റ്ററുകൾക്കും നേരെ ഇറാൻ നടത്തിയ പ്രത്യാക്രമണങ്ങളെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ലഭ്യമായിട്ടില്ല. അമേരിക്കൻ സൈനിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും സങ്കീർണവും ധീരവുമായ കോമ്പാക്ട് സെർച്ച് ആൻഡ് റെസ്ക്യൂ ദൗത്യത്തിലൊന്നായിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച വിമാനം തകർന്നു വീണ നിമിഷം മുതൽ കാണാതായ സൈനികനെ കണ്ടെത്താൻ അമേരിക്കയും ഇറാനും തമ്മിൽ വലിയൊരു മത്സരം തന്നെയാണ് നടന്നത്. ശത്രു രാജ്യത്തിന്റെ മണ്ണിൽ പാരച്യൂട്ട് വഴി ഇറങ്ങിയ സൈനികൻ ഇറാന്റെ പിടിയിലാകുന്നത് ഒഴിവാക്കാൻ അമേരിക്കൻ സേന അതീവ ജാഗ്രത പുലർത്തി. ഒരു സൈനികനെ നേരത്തെ രക്ഷപ്പെടുത്തിയെങ്കിലും രണ്ടാമത്തെ ഉദ്യോഗസ്ഥൻ ഏകദേശം 24 മണിക്കൂറിനകം ഇറാനിലെ പർവ്വത മേഖലയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു.
അതിജീവന പരിശീലനം ലഭിച്ച സൈനികൻ തന്റെ പക്കലുള്ള സിഗ്നലിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് അമേരിക്കൻ സേനയുമായി ആശയവിനിമയം നടത്തി. ഇത് അദ്ദേഹത്തിന്റെ കൃത്യമായ സ്ഥാനം കണ്ടെത്താൻ സഹായിച്ചു. രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ ഹെലികോപ്റ്ററുകൾക്കും കമാൻഡുകൾക്കും സുരക്ഷയൊരുക്കാൻ 10ഓളം അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ആകാശത്ത് നിലയുറപ്പിച്ചിരുന്നു. ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ നീക്കങ്ങളെ വഴിതിരിച്ചുവിടാൻ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ വിവിധ തന്ത്രങ്ങൾ പ്രയോഗിച്ചു. ഇതിനിടയിലൂടെ സ്പെഷ്യൽ ഫോഴ്സ് ഹെലികോപ്റ്ററുകൾ ഇറാനിലെത്തി സൈനികനെ സുരക്ഷിതമായി വീണ്ടെടുക്കുകയായിരുന്നു. ഞായറാഴ്ച രാവിലെ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് പ്രസിഡന്റ് ട്രംപ് ഈ വാർത്ത സ്ഥിരീകരിച്ചത്. അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ധീരമായ സെർച്ച് ആൻഡ് റെസ്ക്യൂ ദൗത്യത്തിലൂടെ സൈനികനെ കണ്ടെത്തിയിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ സുരക്ഷിതനാണ് എന്നാണ് ട്രംപ് കുറിച്ചത്. ഈ ദൗത്യത്തിൽ അമേരിക്കൻ സൈനികർക്ക് ആർക്കും പരിക്കേൽക്കുകയോ ജീവൻ നഷ്ടമാവുകയോ ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. എന്നാൽ അമേരിക്കയുടെ ഈ അവകാശവാദങ്ങളെ തള്ളിക്കൊണ്ട് ശക്തമായ പ്രത്യാക്രമണം നടത്തിയതായാണ് ഇറാൻ അവകാശപ്പെടുന്നത്. US സൈനികനെ രക്ഷിക്കാനുള്ള നീക്കത്തിനിടെ അമേരിക്കയ്ക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചതായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് പ്രസ്താവന ഇറക്കി. ഇസഫാൻ തെക്കുവച്ച് നടന്ന പോരാട്ടത്തിൽ അമേരിക്കയുടെ C-130 മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനവും 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളും വെടിവെച്ചിട്ടതായാണ് ഇറാന്റെ സായുധ സേനയുടെ കേന്ദ്ര ആസ്ഥാനമായ ഖദം അൽ അൻബിയ വക്താവ് അറിയിച്ചത്. കൂടാതെ ഒരു ഇസ്രയേലി ഡ്രോണും തകർത്തതായി ഇറാൻ അവകാശപ്പെടുന്നു. തെക്കു പടിഞ്ഞാറൻ ഇറാനിലെ ഈ കൊഹ്ഗിലുയേഹ് ആൻഡ് ബോയർ അഹമ്മദ് പ്രവിശ്യയിൽ നടന്ന ഈ സൈനിക നടപടികൾക്കിടെ 5 പേർ കൊല്ലപ്പെട്ടതായും ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. US സൈനികൻ സുരക്ഷിതനാണ് എന്ന് ട്രംപ് സ്ഥിരീകരിക്കുമ്പോഴും തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ നടന്ന രക്ഷാദൌത്യത്തെ പ്രതിരോധിക്കുന്നതിനിടെ അമേരിക്കൻ വ്യോമസേനയ്ക്ക് വലിയ നഷ്ടങ്ങൾ വരുത്താൻ സാധിച്ചുവെന്നുമാണ് ഇറാന്റെ വാദം. വെള്ളിയാഴ്ചയാണ് US യുദ്ധവിമാനം F-15E ഈഗിൾ സ്ട്രൈക്സിനെ ഇറാൻ വെടിവെച്ച് വീഴ്ത്തിയത്. പൈലറ്റും വെപ്പൺ സിസ്റ്റം ഓഫീസറുമായിരുന്ന വിമാനത്തിലുണ്ടായിരുന്നത്. ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ ഇതിലൊരാൾ രക്ഷപ്പെട്ടിട്ടും രണ്ടാമത് കാണാതാവുകയായിരുന്നു. ഇറാനിയൻ അധികൃതരുടെ പിടിയിൽപ്പെടാതെ ഒളിച്ചിരുന്ന ഇദ്ദേഹത്തെ ഞായറാഴ്ച രാവിലെയാണ് US രക്ഷിച്ചത്. ഇദ്ദേഹത്തെ ഇറാനിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും ചെയ്തിരുന്നു. സൈനികനെ കണ്ടെത്തിയതും അദ്ദേഹത്തെ തിരിച്ചെത്തിച്ചതും സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സ്ഥിരീകരണം നൽകുകയും ചെയ്തിരുന്നു.